കനകക്കുന്നിൽ നടക്കുന്ന ഒരുമയുടെ പൂരം എക്സ്പോ 21 മുതൽ 30 വരെ നടക്കുന്ന വൈവിധ്യമാർന്ന ഒരു കാഴ്ചയാണ്. കാര്യം എന്ന് വെച്ചാൽ നിരവധി ഈ എക്സ്പോയിൽ നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫുഡ് കോർട്ടുണ്ട്, മറ്റ് എക്സിബിഷൻ, മറ്റ് സ്റ്റാളുകളുണ്ട്, നിരവധി ഇതുണ്ട്. മറ്റ് സ്റ്റുഡൻസിനും മറ്റുള്ള ഉപകരിക്കുന്ന ചർച്ചകളുണ്ട്. നമുക്ക് എക്സ്പോയുടെ ചില കാര്യങ്ങൾ നമുക്ക് കാണാം. ഉദ്ഘാടനത്തിന് വേണ്ടി വരിക. അപ്പോൾ അതിൽ എങ്ങനെയാണ് ഈ സാവദേശീയമായിട്ടുള്ള കോർപ്പറേറ്റ് ജയൻസിനെതിരെ എങ്ങനെയാണ് സഹകരണ പ്രസ്ഥാനം വഴി നമുക്കൊരു ബദൽ മാതൃക സൃഷ്ടിക്കാം എന്നതിനെക്കുറിച്ചാണ് ആ സെമിനാർ ചർച്ച ചെയ്യുക. 28-ാം തീയതി രാവിലെ ഒരു പ്രധാനപ്പെട്ട നടക്കുന്ന സെമിനാറാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോമിസ് ഫോർ കോഓപ്പറേറ്റീവ്സ് എന്നുള്ള സംഗതി. നമുക്കറിയാം, കോഓപ്പറേറ്റീവ്സ് എന്ന് പറയുന്ന കോഓപ്പറേറ്റീവ് നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് കോഓപ്പറേറ്റീവ് എന്നുള്ള ടോപ്പിക്ക് വരിക. എന്നാലും നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിലെങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് അതിനെ സംസ്ഥാനങ്ങളെ സഹായിക്കുക എന്നുള്ള ടോപ്പിക്കാണ് അതിനകത്ത് ചർച്ച ചെയ്യുക. ശ്രീ കെ രാജൻ മിനിസ്റ്ററാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. 29-ാം തീയതി രാവിലെ 10 മണിക്ക് ന്യൂ അവന്യൂസ് ഫോർ കോഓപ്പറേറ്റീവ് സെക്ടർ ഇൻ ഡിജിറ്റൽ എറ എന്നുള്ളതാണ് ആ രാവിലെയുള്ള ടോപ്പിക്. അത് ബഹുമാനപ്പെട്ട ഡോക്ടർ ആർ ബിന്ദു മിനിസ്റ്ററാണ് ആ സെമിനാർ ഉദ്ഘാടനം ചെയ്യുക. പുതിയ കാലത്ത് എങ്ങനെ നമുക്ക് എഐയും ബിഗ് ഡേറ്റ അനലിറ്റിക്സ് ഉൾപ്പെടെ എങ്ങനെ നമുക്ക് കോപ്പറേറ്റീവ് സെക്ടറിൽ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് അന്ന് നടക്കുക. രാവിലെ 29-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ആൻഡ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ കേരള, നമ്മുടെ പാരമ്പര്യ വ്യവസായങ്ങൾ എങ്ങനെയാണ് കോപ്പറേറ്റീവ് മേഖലയിൽ പുതിയ കാഴ്ചപ്പാട് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ആ സെമിനാർ ചർച്ച ചെയ്യുക. ഇതുകൂടാതെ ഈ സെമിനാറുകളിൽ നമുക്കൊപ്പം 7ഓളം രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ വരുന്നത്. നമുക്കറിയാം, കോപ്പറേറ്റീവ് എന്ന് പറയുന്ന സംവിധാനം മിക്ക രാജ്യങ്ങളിലും അത്ര സ്ട്രോങ് അല്ല. എന്നാൽ സ്ട്രോങ് ആയിട്ടുള്ള നിരവധി രാജ്യങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്. ഏറ്റവും പ്രധാനം എവർക്കും അറിയുന്ന പോലെ സ്പെയിനിലുള്ള സ്പെയിൻ, അതുപോലെ തന്നെ നെതർലാൻഡ്സ്, ഓസ്ട്രേലിയ, ഫിജി, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എക്സ്പെർട്ടുകൾ ഈ സെമിനാറുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. 4ഓളം പ്രതിനിധികൾ നേരിട്ട് വരുന്നുണ്ട്, 3ഓളം പേർ ഓൺലൈനിൽ നമ്മുടെ ഈ സെമിനാറുകളിൽ പങ്കെടുക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു പുതിയ അനുഭവമാകും നമ്മുടെ ഇവിടെയുള്ള സഹകാരികൾക്കും സഹകരണ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കും ഒരു പുതിയ ആശയങ്ങൾ തുറന്നു കിട്ടുന്ന ഒരു സെമിനാറായിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇന്ന് ചില പ്രശ്നങ്ങൾ കൊണ്ട് ഇന്നത്തെ മ്യൂസിക്കൽ പ്രോഗ്രാം മാറ്റിയിട്ടുണ്ട്, നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ മുതൽ 29-ാം തീയതി വരെ 30-ാം തീയതി വരെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ, കലാപരിപാടികൾ, ഏറ്റവും വലിയ ബാൻഡുകളൊക്കെ നമ്മൾ വരുന്നുണ്ട്. സ്റ്റീഫൻ ദേവസ്യ, അല്ല വേടൻ, ഷഹബാസ് അമാൻ തുടങ്ങിയിട്ടുള്ള വളരെ വലിയ ബാൻഡുകളൊക്കെ അവതരിപ്പിക്കുന്ന പരിപാടികളും ഇതോടൊപ്പം വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ 15ഓളം ഫുഡ് കോർട്ടുകൾ ഈ പരിപാടിയോടനുബന്ധിച്ച് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടാവും. നല്ല രീതിയിലുള്ള എല്ലാ സഹകരണ പ്രസ്ഥാനങ്ങളാണ് ഈ പരിപാടികളുമായി ബന്ധപ്പെട്ട് എല്ലാ സംഗതികളും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കേരളത്തിലുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരവാസികൾക്ക് ഒരു വലിയ കാഴ്ച അനുഭവം നൽകുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥനയുള്ളത്, ദയവായി എല്ലാവരും ഈ പരിപാടിക്ക് നല്ല ഒരു പബ്ലിസിറ്റി നൽകിക്കൊണ്ട് സഹകരണ പ്രസ്ഥാനം നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന പോലെ തന്നെ സഹകരണ പ്രസ്ഥാനം ചില ചലഞ്ചസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് ഏവർക്കും ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളും ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട്
ഈ പരിപാടിയിൽ വൻ വിജയമാക്കി കേരളം ഇപ്പോഴും സഹകരണ മേഖലയിൽ ശക്തമാണ് എന്ന് പുറം ലോകത്തിന് കാട്ടിക്കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിക്ക് ഇത് മാറ്റുന്നതിന് ഞങ്ങളുടെ ഒപ്പം നിങ്ങളും ഉണ്ടാകണം എന്ന അഭ്യർത്ഥനയോടുകൂടി നിർത്തുകയാണ്. ഒരിക്കൽ കൂടി